ഇന്ന് എൻ്റെ കൊച്ചുമക്കൾക്കായി അമ്മച്ചി പറയാൻ പോകുന്നത് നമ്മുടെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ്. വർഷങ്ങൾക്ക് മുൻപ് ദൈവം തൻ്റെ ദൂതനായ ഗബ്രിയേലിനെ യഹൂദ സ്ത്രീയായ മറിയയുടെ അടുത്തേക്ക് അയച്ചു. ദൂതൻ അവളോട്, നിനക്കൊരു മകൻ ജനിക്കും, അവനെ യേശു എന്ന് പേര് വിളിക്കണം. അത്യുന്നതൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ രാജത്വം എന്നേക്കും ഇരിക്കും. ഇത് എങ്ങനെ സംഭവിക്കും? അത്ഭുതത്തോടെ അവൾ ചോദിച്ചു. ഞാൻ ഒരു പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടില്ല. ദൂതൻ അവളോട്, ഇത് ദൈവത്താൽ സംഭവിക്കും. മനുഷ്യപിതാവ് ഉണ്ടായിരിക്കുകയില്ല. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ഇത് ഒരു അത്ഭുതം തന്നെ. ഉടനെ തന്നെ മറിയ എലിസബത്തിനെ സന്ദർശിച്ച് ഇരുവരും ദൈവത്തെ സ്തുതിച്ചു. ജോസഫ് എന്ന പുരുഷനുമായിട്ടുള്ള മറിയയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു. മറിയ ഗർഭിണിയായി എന്നുള്ള വിവരമറിഞ്ഞ യോസഫ് അതീവ ദുഃഖത്തിലായി. മറ്റൊരു പുരുഷനായിരിക്കും കുട്ടിയുടെ പിതാവെന്ന് ചിന്തിച്ചു. കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി യോസഫിനോട് പറഞ്ഞു, മറിയ ഗർഭം ധരിച്ചിരിക്കുന്നു. പൈതൽ ദൈവത്തിൻ്റെ പുത്രനാണ്. യോസഫ് യേശുവിനെ വളർത്തുവാൻ മറിയയെ സഹായിച്ചു. യോസഫ് ദൈവത്തിൽ ആശ്രയിക്കുകയും അനുസരിക്കുകയും ചെയ്തു. തൻ്റെ ദേശത്തിൻ്റെ നിയമങ്ങളെയും പാലിച്ച് പുതിയ നിയമമനുസരിച്ച് നികുതി അടയ്ക്കുന്നതിന് യോസഫും മറിയയും ബേത്ലഹേമിലേക്ക് പുറപ്പെട്ടു. മറിയയ്ക്ക് പ്രസവത്തിനുള്ള സമയം അടുത്തിരുന്നു. യോസഫ് അന്വേഷിച്ച് ഒരു മുറിയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സകല സത്രങ്ങളിലും ആളുകൾ ഉണ്ടായിരുന്നു. അവസാനം യോസഫ് ഒരു പശുത്തൊട്ടി കണ്ടു. മറിയ യേശുവിന് ജന്മം നൽകി പശുത്തൊട്ടിയിൽ കിടത്തി. അത് പശുക്കൾക്ക് ഉള്ള ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ആട്ടിടയന്മാർ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് ഈ സദ്വാർത്ത അവരെ അറിയിച്ചു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് ദൂതന്മാരുടെ ഒരു സംഘം ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യന് സമാധാനം. ആട്ടിടയന്മാർ ഉടനെ പശുത്തൊട്ടിയിൽ കിടക്കുന്ന യേശുവിനെ കാണുവാൻ പുറപ്പെട്ടു. യേശുവിനെ കണ്ട ശേഷം സകല ജനത്തിനോടും ഈ വിഷയം അറിയിച്ചു. 40 ദിവസത്തിന് ശേഷം യോസഫ് മറിയയും യോസഫിനെ യെരുശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. ശിമോൻ യേശുവിനെ കണ്ടപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. 2 പേർക്ക് യേശു ദൈവപുത്രനെന്ന് അറിയാമായിരുന്നു. വാഗ്ദത്ത രക്ഷകൻ യോസഫ് 2 പക്ഷികളെ യാഗമായി അർപ്പിച്ചു. ദരിദ്രരായ ആളുകൾ അവർക്ക് സന്തതി ജനിച്ചാൽ ദൈവത്തിൻ്റെ സന്നിധി കൊണ്ടുവരുമ്പോൾ ചെയ്യേണ്ടതായ നിയമം ആയിരുന്നു അത്. കുറച്ചു കഴിഞ്ഞ് കിഴക്ക് നിന്ന് വിദ്വാൻമാർ നക്ഷത്രം കണ്ടതുകൊണ്ട് യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. വിദ്വാൻമാർ ചോദിച്ചത് കേട്ടിട്ട് ഹെരോദ രാജാവ് ഭ്രമിച്ചു. രാജാവ് അവരോട്, യേശുവിനെ നിങ്ങൾ കണ്ടെത്തിയാൽ എന്നെ അറിയിക്കണം, ഞാനും ചെന്ന് അവനെ ആരാധിക്കണം എന്ന് കള്ളം പറഞ്ഞു. അവൻ യേശുവിനെ കൊല്ലുവാൻ ശ്രമിക്കുകയായിരുന്നു. നക്ഷത്രം വിദ്വാൻമാർക്ക് വഴികാട്ടിയായി. യോസഫും മറിയയും താമസിക്കുന്ന ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. പൊന്നും കുന്തുരുക്കവും മൂരും കാഴ്ചവെച്ചു. വീണ് അവനെ നമസ്കരിച്ചു. ദൈവം വിദ്വാൻമാരോട് രഹസ്യമായി മടങ്ങിപ്പോകുവാൻ കൽപ്പന നൽകി. ഹെരോദ രാജാവ് അടക്കാനാവാത്ത കോപത്താൽ യേശുവിനെ കൊല്ലുവാൻ തീരുമാനിച്ചു. ബേത്ലഹേമിലുള്ള ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെയും കൊല്ലുവാൻ കൽപ്പന നൽകി. എന്നാൽ ദൈവപുത്രനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. യോസഫും മറിയയും ദൂതൻ സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ ഈജിപ്തിലേക്ക് പോയി. യേശുവിന് സംരക്ഷണം കിട്ടി. ഹെരോദാവ് മരിച്ച ശേഷം യോസഫും മറിയയും യേശുവുമായി തിരികെ വന്നു. ഗലീല സമുദ്രത്തിനടുത്തുള്ള നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. എൻ്റെ കൊച്ചുമക്കൾക്ക് ഈശോയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സന്തോഷമായോ? എങ്കിൽ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം, അല്ലേ? അമ്മച്ചിയും കൊച്ചുമക്കളും.